ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വെച്ചാൽ ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. എനിക്ക് ഫസ്റ്റ് ഫേസ് ഇല്ല, സെക്കൻഡ് ഫേസ് ആണോ എന്ന് അറിയില്ല, ഇതുവരെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുമില്ല. അപ്പോൾ എൻ്റെ ഒരു പ്രിപ്പറേഷൻ വെച്ച് ഞാൻ ഫസ്റ്റ് ഫേസിൻ്റെ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്കൊരു 42 ആണ് എൻ്റെ മാർക്ക്. അതിനേക്കാളും മുകളിലേക്ക് എത്ര ശ്രമിച്ചാലും എനിക്ക് വരാൻ പറ്റില്ല ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. കാരണം കുറച്ച് മാർക്ക് കൂടിയത് മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനാണ്. 10-നൊരു 6 മാർക്ക് വരെ എനിക്ക് മലയാളം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇംഗ്ലീഷിനൊരു 10-12 അങ്ങനെ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മലയാളം. ബാക്കിയൊക്കെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പായിരുന്നു. അത്തരത്തിലോട്ട് ഞാൻ എത്തിയത് ഞാൻ മുൻപുള്ള വീഡിയോ പറഞ്ഞതുപോലെ തന്നെ ഞാൻ കൂടുതൽ ഇപ്പോൾ നോട്ട് എഴുതിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നോട്ട് സൈലത്തിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സൈലം നമ്മളെ ഗുർവി മാമിൻ്റെയൊക്കെ നോട്ട്, ആര്യ മിസ്സിൻ്റെയൊക്കെ നോട്ട്, അത് ഞാൻ ഒരുപാട് വർക്കൗട്ട് ചെയ്തിട്ടുമുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആൻസറിലേക്ക് എത്താനും പെട്ടെന്ന് എന്നെ സഹായിച്ചിട്ടുണ്ട്. പണ്ട് കൃത്യങ്ങൾ ഞാൻ ഒട്ടും ചെയ്യാത്ത ഒരാളായിരുന്നു. കൃത്യങ്ങൾ എന്താണെന്ന് പോലും എനിക്ക് അറിയാത്ത ഒരാളായിരുന്നു മാത്സിൽ. പിന്നെ ജെറിൻ സാറിൻ്റെ കൃത്യങ്ങൾ എന്നത് പാർട്ട് 1 പാർട്ട് 2 അതെല്ലാം ഓരോ വീഡിയോയും ഞാൻ കണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ആ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വന്നതാണ്. അതുപോലെ എനിക്ക് വെട്ടി ചെയ്യാനൊന്നും അറിയുന്ന ഒരാളല്ലായിരുന്നു. അതൊക്കെ ഞാനിങ്ങനെ വർക്കൗട്ട് ചെയ്ത് അത്രയും ചെയ്താണ് ഇപ്പോൾ എൻ്റെ മാർക്ക് കൂടി വരുന്നത്. ഞാൻ മുൻപത്തെ വീഡിയോ പറഞ്ഞൊരു 60+ സ്കോർ ചെയ്തത് ഈ ഒരു പാറ്റേണിൽ വന്നതിന് ശേഷമാണ്. അത് LD ലെവലിലുള്ള എക്സാമിനാണ് കേട്ടോ. ഡിഗ്രി ലെവലിനുള്ള എക്സാമിനൊന്നും ഞാൻ 60+ലേക്ക് എത്തിയിട്ടില്ല. അതുവരേക്കും ഒരു 20-21 മാർക്കൊക്കെ ആയിരുന്നു എനിക്ക്. അതെന്ന് വെച്ചാൽ ഞാൻ റാങ്ക് ഫയൽ മാത്രം പഠിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ റാങ്ക് ഫയലിലെ തെറ്റുകൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അത് പഠിച്ച് തന്നെ വയ്ക്കും. പിന്നെ അത് റെഫർ ചെയ്യുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ നോട്ട് എഴുതി പ്രിപ്പയർ ചെയ്യും. 1-2 ക്ലാസ്സുകളായിട്ട് കേൾക്കാനും തുടങ്ങി. അപ്പോൾ എനിക്ക് കുറച്ച് ഈസിയായി. അതായത് ഒരു ക്ലാസ് കേട്ടിട്ട് ആ ക്ലാസ്സിന് വേറൊരിതിലും കേട്ട് വരുമ്പോൾ കറക്റ്റാണോ തെറ്റാണോ എന്നൊക്കെ എനിക്ക് അറിയാൻ പറ്റും. നോട്ട് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ കുറച്ച് നോട്ട്സ് ഞാൻ കളക്ട് ചെയ്ത് വാങ്ങിച്ച് വെക്കാറുണ്ട്. അതിലാണ് ഞാൻ നോട്ട് എഴുതുന്നത്. പിന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കാറുണ്ട്. ഇപ്പം കുറവാണ് പ്രിൻ്റ് എടുക്കുന്നത്. മലയാളം, മാത്സ്, ഇംഗ്ലീഷൊക്കെ ഞാൻ ഇത്തരം ബുക്സിലാണ് എഴുതി പഠിക്കാറുള്ളത്. മലയാളമാണ് കൂടുതലും എനിക്കൊരു ബുക്സിൻ്റെ ആവശ്യം കൂടി വരുന്നത്. ഇത് ഞാൻ ബുക്ക് നമ്പർ 1, 2 എന്നൊക്കെ ഇട്ടിരിക്കുന്നത് ഇംഗ്ലീഷാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇത് ഫുള്ളും സൈലത്തിൻ്റെ ക്ലാസ്സിലെ നോട്ടാണ്. ഇംഗ്ലീഷിൽ എനിക്ക് പാർട്ട് 1 പാർട്ട് 2 അങ്ങനെയൊക്കെ ഉണ്ട്. മാത്സ് ജെറിൻ സാറിൻ്റെ യൂട്യൂബ് ചാനലിലാണ് മാത്സിൻ്റെതും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ സാറിൻ്റെ ആപ്പിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിന് എടുത്തിട്ടുള്ള നോട്ടാണ്. ഇതിൽ കൂടുതൽ നോട്ട് എനിക്കുണ്ട് മലയാളത്തിൽ, സൈലത്തിൻ്റെ തന്നെയാണ്. പിന്നെ ആര്യ മാമിൻ്റെ ഫ്രണ്ട്ലി PSC ആയിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് സെക്കൻഡാണോ തേർഡാണോ എൻ്റെ ഫേസ് എക്സാം എന്ന് എനിക്കറിയില്ല. ഈസി ആയിരിക്കുമോ ടഫാണോ, ഞാൻ പ്രിലിംസ് കടക്കുമോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്ത് സിൻസിയറായിട്ട് ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുമ്പ് വരെ റാങ്ക് ഫയൽ മാത്രം വെച്ച് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ അവരും ഇതുപോലെ ക്ലാസ് കേട്ട് നോട്ട് എഴുതി നന്നായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ റാങ്ക് മുകളിലേക്കും ഒക്കെ വരും. ഞാൻ ആ സമയത്ത് ഒരു ചെറുതായിട്ടൊക്കെ തുടങ്ങിയ സമയത്ത് ഇത്രയും യൂട്യൂബിലെ ക്ലാസ്സസോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഒരു അഡ്വൈസ് തരാനോ ഈ പാറ്റേൺ ഫോളോ ചെയ്യണം എന്നൊന്നും പറഞ്ഞു തരാനൊന്നും അധികം അങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തിരുന്നു, ഞാൻ പഠിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒത്തിരി നമുക്ക് യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസൊക്കെ തന്നെയുണ്ട്. പെയ്ഡ് ക്ലാസ്സും നമുക്ക് ഏത് വേണോ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതനുസരിച്ചാണ് ഇപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഡയറി എടുത്ത് തന്നെ എഴുതി വെക്കുകയാണ്, നാളെ ഞാൻ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്യണമെന്ന്. അപ്പം ഞാനിപ്പോൾ 2-3 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ CAയുടെ കറണ്ട് അഫെയറാണ്. അപ്പോൾ എനിക്ക് കറണ്ട് അഫെയറിൽ നമ്മൾ സൈലത്തിലുള്ള പ്രദീപ് സാർ, അതായത് CA അനലിസ്റ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലും ടെലഗ്രാം ചാനലും സാറിനുണ്ട്. ഓസ്കാർ അവാർഡ്, പിന്നെ പത്മ അവാർഡ്, അതൊക്കെ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ഓർത്ത് വയ്ക്കാനായിട്ട്. പക്ഷേ പ്രദീപ് സാറിൻ്റെ ക്ലാസ് കേട്ട് കഴിഞ്ഞ് വെച്ചാൽ 1-2 പ്രാവശ്യം നോട്ട് എഴുതിയില്ലെങ്കിലും നമ്മളത് നന്നായിട്ട് പഠിക്കും. അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പ്രദീപ് സാറിൻ്റെ CA അനലിസ്റ്റ് എന്ന യൂട്യൂബ് ചാനലോ ടെലഗ്രാം ചാനലോ കയറിക്കഴിഞ്ഞാൽ സെറ്റായിട്ട് നമുക്ക് കറണ്ട് അഫെയർ പഠിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഇപ്പോൾ അങ്ങനെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് എന്നിൽ വന്നിട്ടുള്ളത്. ആ സാറിൻ്റെ ക്ലാസ് കേട്ടിട്ടാണ്. കറണ്ട് അഫെയർ ഞാൻ എഴുതിയൊക്കെ വെക്കാറുണ്ടെന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. പക്ഷേ ഇത് നമ്മൾ കേട്ടിരുന്നാൽ മതി. ഒരു 3 ക്ലാസ് കേട്ടിരുന്നാൽ മതി. 3 പ്രാവശ്യം നമ്മൾ കേട്ടിരിക്കുകയാണെങ്കിൽ സെറ്റായിരിക്കും. പിന്നെ നോട്ട് എഴുതിയില്ലെങ്കിലും ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അത്ര ബെസ്റ്റ് ക്ലാസ്സാണ് നമ്മുടെ പ്രദീപ് സാറിൻ്റേത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ അത് മനസ്സിലാവും. അതുപോലെ ആര്യ മിസ്സിൻ്റെതും മലയാളം,
ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ എനിക്ക് കൂടുതലും ഗുരുബി പഠിപ്പിക്കുന്ന മലയാളം, അതായത് സൈലത്തിൽ നമ്മളെ സജീസ് മലയാള യൂട്യൂബ് ചാനൽ മാമിനുണ്ട്. ആ മാം പഠിപ്പിക്കുന്നതാണ് എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നത്. പിന്നെ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തിരുന്നു, ഏത് ടൈപ്പാണ്. അതായത് ഇപ്പോൾ ഞാൻ കൃത്യങ്ങൾ തന്നെ ജെറിൻ സാറിൻ്റെ നോട്ട് നോക്കി പഠിച്ചിട്ട് സാറ് തരുന്ന അതേ പാറ്റേണിലുള്ള മാത്സ് ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ ടഫായിരുന്നു. സാറ് പറഞ്ഞു തന്ന അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ തിരിച്ച് മറിച്ച് ചോദിക്കുമ്പോൾ ആ ക്വസ്റ്റ്യനാണോ ഈ ക്വസ്റ്റ്യൻ എന്ന് അറിയാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്തപ്പോൾ എനിക്കതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ഫേസും തേർഡ് ഫേസും ഒക്കെ എഴുതാൻ പോകുന്നവർക്ക് ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിലിംസ് കിടക്കാൻ പറ്റുമോ ഇല്ലേന്നൊന്നും അറിയില്ല. കഴിഞ്ഞ് ടഫായിരുന്നാലും ഈസി ആയിരുന്നാലും അത് ഞാൻ അവിടെ കഴിഞ്ഞു, അതോർത്ത് വിഷമിക്കാനൊന്നും പോകുന്നില്ല. അടുത്ത എക്സാമിന് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതുപോലെ തന്നെ പോകും മുന്നോട്ട്. എന്താണെന്ന് ഇനി ഒന്നിച്ച് തന്നെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും പ്രിലിംസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാനും എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കും. ബൈ ബൈ.